Hello guys. Welcome to Castroller Movie Review Channel. ഇന്നത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ശരിക്കും കൃഷ്ണാർജുന റിവ്യൂ ശരിക്കും ഇന്നലെ എടുത്തായിരുന്നു. അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണുക. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 16 പേരുണ്ട്. അതൊന്ന് കൂട്ടിത്തരാൻ വേണ്ടി ഞാൻ അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നു. ആൻഡ് പടത്തിൻ്റെ പേര് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗണപാത് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് വികാസ് ബാൽ, പ്രൊഡ്യൂസ് ചെയ്യാൻ പൂജ ജാക്കി ബഗ്നാനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ആരാന്ന് പറഞ്ഞത് സോറി മാത്രം പറയുന്നു. പിന്നെ സ്റ്റാറിങ് ടൈഗർ ശ്രോഫ്, കൃതി സാനോൺ, റഹ്മാനിക്കവ് സിംഗില്ല, പിന്നെ അമിതാഭ് ബച്ചൻ, എല്ലി ആവറം, സിയാദ് ബക്കരി ആൻഡ് ഫലസ്തീനിയൻ ആക്ടർ ക്രിസ്ത്യാനിയൻകാർ അറബിക്കാരെ കാണുകയാണെങ്കിൽ ഓക്കെ, കാണരുതെന്ന് പറയുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ലെവൽ പടം, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈഗർ ശ്രോഫിൻ്റെ അഭിനയമാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡബിൾ റോളാണ്, നായകനായിട്ടും ഉണ്ട് റോളക്സ് ആയിട്ടും ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൃതി സാനോൺ ആണ് നായിക, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, ചെറിയ റോളാണ്, ഗസ്റ്റ് റോളാണ്, പല കാര്യമൊന്നുമില്ല, എന്നാലും പറ്റുന്ന എന്താണോ അത് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ ആസ് എ ഗസ്റ്റ് അപ്പിയറൻസ് അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ ടൈഗർ ശ്രോഫിൻ്റെ അപ്പൂപ്പനായിട്ടാണ് അമിതാഭ് ബച്ചൻ വരണത്. ശ്രോഫിൻ്റെ അപ്പനായിട്ടാണ് നമ്മുടെ വില്ലൻ ആയിട്ടുള്ള റഹ്മാനിക്ക വന്നിരിക്കുന്നത്. പിന്നെ സിയാദ് ബക്കരി എന്ന് പറയുന്ന ഒരു അറബി ആക്ടറാണ് വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വികാസ് ബാലാണ് ഡയറക്റ്റിങ്, ഞാൻ പറഞ്ഞല്ലോ, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറിൻ്റെ എടുക്കും കൂടിയാണ് സിനിമ. എഡിറ്റിംഗ് കൊള്ളാം, വിഷ്വൽ എഫക്ട്സ് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കൊള്ളാം. വെച്ച് സെക്കൻഡ് ഹാഫ് ഇതിൽ സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ശോകമായിരുന്നു, എന്നാലും കൊള്ളാം മാത്രമേ പറയാനുള്ളൂ. സ്റ്റോറി ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആക്ഷൻ ത്രില്ലറാണ്. ഇനി ഇങ്ങനത്തെ ഒരു പടം വരാൻ പോകുന്നതല്ലേ ഈ അടുത്ത മാസമല്ലേ പ്രഭാസിൻ്റെ ഒരു പടം വരാൻ പോകുന്നുണ്ട് ഇതേ ജനറിൽ വരുന്ന പടത്തിൻ്റെ പേര് കൽക്കി 2598 AD. കട്ട് വെയിറ്റിംഗ്, എന്തായാലും ജൂൺ 27 നൽകണം. കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാവേ, മാത്രമേ പറയാനുള്ളൂ. പിന്നെ പടം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ പറഞ്ഞല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊന്നും പറയാനില്ല ഗൈസ്. രാത്രി 10 മണിക്ക് കാണാൻ തുടങ്ങിയത് 12 ാണ് സിനിമ തീർന്നത്. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉറക്കം വരണം. ചിലപ്പോൾ ഇറങ്ങിപ്പോയി എന്ന് വരും, അതുകൊണ്ട് അപ്പോൾ ഞാൻ പോവുകയാണ്.
പറഞ്ഞ പോലെ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.